അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കിഡിലൻ ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂട് കാലത്ത് ദാഹവും വിശപ്പും ഒക്കെ മാറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ സേമിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സേമിയ വറക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കടായി വെക്കുക. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് നട്ട്സ് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കടല, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കശുവണ്ടി, പിന്നെ ബദാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂട്ടുമൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയൊക്കെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ സേമിയ ചേർക്കുവാണ്. ഞാൻ 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അതൊരു 5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, 4-5 ടേബിൾ സ്പൂണ്. ഒരുപാട് എടുക്കണ്ട. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് കുറുകി വരാൻ നിൽക്കേണ്ട. ഈ സമയത്ത് വേണം നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാൻ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഞാൻ അവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിനകത്ത് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വേണം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. ഒരുപാട് തിക്കാവാൻ നിൽക്കണ്ട, കാരണം ഇത് തണുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തിക്കും ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിലാവാൻ വെക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലും കൂടെ വെക്കുമ്പോഴേക്കും നല്ല പോലെ തിക്കാവും. ഇത് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം ഒരു 2-3 മണിക്കൂർ വെക്കുക, നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇതിന് ഏകദേശം ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റാണ്. പിന്നെ സേമിയ ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫറെൻറ്റും ആണ്. അപ്പം നമുക്ക് ഫ്രൂട്ട് സലാഡിന് എടുക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇതിനെടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് റോബസ്റ്റ പഴം കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട്. അത് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ഉറുമാമ്പഴവും ചേർത്തിട്ടുണ്ട്. ഒരു ഉറുമാമ്പഴം മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്തിട്ട് അവർക്ക് കൊടുക്കാം. കാരണം കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇഫ്താറിനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബിനുള്ള റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മടിയില്ലാതെ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.